നമസ്കാരം. ശിവനാഥം വേദിക് അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഊർധാംഗേ രോഗബഹുലോ എന്ന വചനപ്രകാരം രോഹിണി നക്ഷത്രക്കാർ ഇടയ്ക്കിടെ തലവേദനയും മറ്റും അനുഭവപ്പെടുന്നവരായി. അനാവശ്യമായി രോഗമുണ്ട് എന്ന ഒരു വ്യാകുലത ഇവർക്ക് എപ്പോഴുമുണ്ട്. സ്വന്തം ഗ്രൂപ്പിലും രാഷ്ട്രീയത്തിലുമൊക്കെ നേതാവാകാനുള്ള സാധ്യതയുള്ള നക്ഷത്രമാണ്. മുഖത്തും വശങ്ങളിലും പുറത്തും മറ്റും മറുക് തുടങ്ങിയ അടയാളങ്ങൾ ഉണ്ടാകും. കാപട്യങ്ങൾ പെട്ടെന്ന് അറിയാനുള്ള കഴിവുണ്ട്. ധനവാനായി ഭവിക്കുന്ന ആളാണ്. ഈ നക്ഷത്രത്തിൽ പിറന്നവർ പൊതുവെ അഭിമാനികളും സ്ഥിരചിത്തരുമായിരിക്കും. സൽസ്വഭാവികളും സുന്ദരന്മാരുമായ ഇവർ മറ്റുള്ളവരോട് ഹൃദ്യമായും കരുണയോടുകൂടിയും പെരുമാറും. ഏത് രംഗത്താലും ഇവർ പടിപടിയായി ഉയർച്ച പ്രാപിക്കും. സ്ത്രീകൾ പൊതുവെ സുന്ദരികളും പതിവ്രതകളുമായിരിക്കും. എന്നാൽ ചിലപ്പോൾ യാഥാസ്ഥിതിക മനസ്ഥിതി പ്രദർശിപ്പിച്ചേക്കാം. എപ്പോഴും സ്വന്തം ജാതി, മതം അങ്ങനെയുള്ള ചിന്തകൾ കൂടുതലുള്ളവരാണ്. ഭയങ്കരമായിട്ടുള്ള ദൈവഭക്തി ഉള്ളവരുമായിരിക്കും. എളുപ്പം സന്തോഷത്തിനും വിഷാദത്തിനും വിധേയകരാവുകയും ചെയ്യും. ബ്രഹ്മാവാണ് ദേവത. ഈ നക്ഷത്രത്തിന് ഗുണദോഷ സമ്മിശ്ര സമയമാണ്. മനസമാധാനം, കർമ്മത്തിൽ അഭിവൃദ്ധി, കുടുംബത്തിൽ പ്രയാസങ്ങൾ, സാമ്പത്തികമായി ഞെരുക്കം ഇവ അനുഭവപ്പെട്ടേക്കാം. സ്ത്രീകൾക്ക് ജോലിയിൽ തടസ്സം, ജോലി ചെയ്യുന്ന സ്ഥലത്ത് മറ്റു സഹപ്രവർത്തകരിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, സന്താനങ്ങൾ കൊണ്ട് ഗുണങ്ങൾ എന്നിവ ഉണ്ടാകും. ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുക, അമ്പലത്തിൽ വഴിപാടുകൾ നടത്തുക. ചോതി വേദമാണ്. മൂലം, പൂരാടം, ഉത്രാടം, കാൽ ഈ ദിവസങ്ങൾ ശുഭകാര്യത്തിന് നല്ലതല്ല. കർക്കിടകം, തുലാം, മീനം മാസങ്ങൾ ഗുണകരമാണ്. ഈ വർഷം പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. നന്ദി, നമസ്കാരം.